എനിക്ക് ചോദിക്കാനുള്ളത് യുഡിഎഫിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ബിജെപിയുടെ പ്രതിനിധിയോട്. ഒന്നാമത്തെ കാര്യം, ഈ 2006 ഇവിടെ വനനിയമം കൊണ്ടുവന്നു. നമ്മളുടെ പ്രിയപ്പെട്ട യുഡിഎഫ് സ്ഥാനാർത്ഥി ഇവിടെ വളരെ ആളുകളോട് പറഞ്ഞു പോകുന്നതിലൂടെ വന്യമൃഗ ശല്യമാണ്, ആ ശല്യം ജനങ്ങളുടെ കണ്ണുനീരെന്ന്. കേരളത്തിൽ നിന്ന് 12 എംപിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നിട്ടും പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് എന്തിനായിരുന്നു? യുനെസ്കോയുടെ ഫണ്ട് വാങ്ങി ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ കുട്പാല പോലെയുള്ള അല്ലിത്തരം മലയോര മേഖലകളിൽ ജനങ്ങളുടെ പോക്കറ്റുകളിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് 5 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും വനഭൂമിയായി തീരണമെന്നാണ്. അവിടുത്തെ ജനങ്ങളെ വനത്തിന് പുറത്തോട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഗവൺമെന്റ് ആയിരുന്നു പിന്നെ UPA ഗവൺമെന്റ്. അതിന് യുഡിഎഫിന്റെ പ്രതിനിധിക്ക് എന്ത് പറയാനുണ്ട്? മറ്റൊന്ന്, ഈ രാജ്യത്ത് ഇതുപോലെ ഇത്തരം ദുരന്തങ്ങളും പ്രളയങ്ങളും ഉണ്ടായപ്പോൾ ഇപ്പം ഇവിടെ പറയുകയുണ്ടായി പെൻഷന്റെ കാര്യമൊക്കെ, ഈ കേരളത്തിന് അർഹപ്പെട്ട വിഹിതം വാങ്ങാൻ കോടതിയിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് ഒരു സംസ്ഥാനം പോയി എന്ന് പറയുമ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനങ്ങളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. സ്വരാജ് ജയിക്കുന്നുള്ള താങ്കളുടെ പോയി? തീർച്ചയായും സ്വരാജ് വോട്ടിന്റെ കണക്കല്ല പറയുന്നത്, സ്വരാജ് ബഹുഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ മറുപടി പറഞ്ഞ ഒരു വിഷയം ഞാൻ അതിലേക്ക് വരാം. വേറെ ആരെങ്കിലും പെട്ടെന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം 2006 കേരളത്തിൽ നിന്ന് പോയ ഭൂരിഭാഗം എംപിമാരും അവര് നിർഗുണന്മാരാണ്, ഒരു ഗുണമില്ലാത്തവരാണ് എന്നുള്ളതിൽ ഞാൻ അംഗീകരിക്കുകയാണ്. അറിയോ, 2006 കേരളത്തിൽ നിന്ന് പോയ എംപിമാർ കൂടുതൽ ആരാ? 19 എംപിമാർ LDF-കാരായിരുന്നു. ഓർമ്മയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം 2006 UPA സർക്കാർ ഭരിക്കുമ്പോ നിയമം കൊണ്ടുവന്നു. ഇവിടുന്ന് പോയ കോൺഗ്രസുകാരും മിണ്ടിയില്ല. 2006 ആ UPAക്ക് പിന്തുണ കൊടുത്തത് ഇതേ ഇടതുപക്ഷക്കാരായിരുന്നു എന്നുള്ളത് ചേട്ടൻ ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ CPM-കാരെന്താ അന്ന് അവിടെ ഒന്നും പറയാതിരുന്നത്? അവര് പറഞ്ഞായിരുന്നെങ്കിലും കേൾക്കുമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ നിയമത്തിന്റെ കാര്യം പറയാതിരിക്കുകയാണ്.